സമയം ഇടതുമുന്നണിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതായി PDP പറയുന്നു. നിരുപാധിക പിന്തുണയല്ല, ഞങ്ങൾ വ്യക്തമായ ചർച്ചയുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണ് ഇത് എന്നുമാണ് PDP നേതാക്കൾ പറയുന്നത്. സർക്കാർ രൂപീകരിക്കുമ്പോൾ ഒരു ഘടകകക്ഷിക്ക് നൽകുന്ന പരിഗണന ലഭിക്കും എന്നും 2001 UDF-ന് പിന്തുണ നൽകിയിരുന്നു. അന്ന് ഫാസിസത്തിന് കുടപിടിക്കുന്ന നിലപാടാണ് AK ആന്റണി സ്വീകരിച്ചത് എന്ന വിമർശനവും PDP ഉന്നയിച്ചു. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എടുത്ത തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കാനാണ്. നാസർ മഅ്ദനി അക്കാര്യം ഇവിടെ പ്രഖ്യാപിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കാൻ അടിസ്ഥാനപരമായ ചില കാരണങ്ങളുമുണ്ട്. കേരളത്തിൽ ഉയർന്നു വരുന്ന മതഭീകര രാഷ്ട്രവാദത്തിനെതിരെയുള്ള സംഘപരിവാറിൻ്റെ ശക്തമായ നിലയിലുള്ള മതതീവ്രവാദ രാഷ്ട്രീയ മുന്നേറ്റത്തെ തടയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് കഴിയൂ എന്ന തിരിച്ചറിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കാൻ PDP-യുടെ ചെയർമാൻ നാസർ മഅ്ദനി ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുപ്പിച്ച തീരുമാനം അതാണ്. ആ തീരുമാനമാണ് ഇന്നിവിടെ പ്രഖ്യാപിച്ചത്. സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രധാനമായും കേട്ടിരുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അയ്യപ്പ സംഗമം, അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ, ഇതൊക്കെയാണ്. എങ്കിൽ ഈ നിയമസഭയിലേക്ക് എത്തുമ്പോൾ ആ വിഷയങ്ങൾ ഇതുവരെ സജീവമായി ചർച്ചയ്ക്ക് വരുന്നില്ല. പക്ഷേ ഡീൽ എന്ന ഒരു ആരോപണം ഉന്നയിക്കുകയും അതിന് രാഷ്ട്രീയമായി തന്നെ മറുപടി പറയുകയും ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ എല്ലാ മുന്നണികൾക്കുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വെൽഫെയർ പാർട്ടി, PDP ഇങ്ങനെയുള്ള പാർട്ടികളുടെ പിന്തുണ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടായിരുന്നു. തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന മതസാമുദായിക സംഘടനകൾ ആരെ പിന്തുണയ്ക്കുന്നു എന്നത് എപ്പോഴും ചർച്ചയാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇപ്പോൾ എന്താണ് നമുക്ക് പൊതു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാകുന്നത്? ഈ പിന്തുണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് സജീവമായി ചർച്ചയിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? അതിനപ്പുറത്ത് അതൊരു നിശബ്ദമായി മുന്നോട്ട് കൊണ്ടുപോയി കൃത്യമായി വോട്ടുകൾ സ്വന്തമാക്കുക, അതാണോ ഇടതു വലത് മുന്നണികളുടെ നിലപാട്? അഭിലാഷ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അതേ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഈ ചെറുകക്ഷികളുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അതായത് PDP കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി 2001 ശേഷം PDP ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്നതാണ്. ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷി എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് വന്നതാണ്. പിന്നീട് അത് പിന്നോട്ട് പോയെങ്കിൽ കൂടിയും PDP-യുടെ പൂർണ്ണ പിന്തുണ ഇടതുപക്ഷത്തിനൊപ്പമാണ്. അത് അവർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന് വെൽഫെയർ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അതിൻ്റെ ആ ബന്ധത്തിൻ്റെ പേരിൽ UDF ഏറെ പഴി കേൾക്കുകയും ചെയ്യുന്നതാണ്. എന്തായാലും വെൽഫെയർ പാർട്ടിയും ഇത്തവണ UDF-നെ തന്നെ പിന്തുണയ്ക്കും എന്നാണ് നിലവിലെ സാഹചര്യം. കാരണം അവർ ഇന്ന് നോമിനേഷൻ സമർപ്പിക്കേണ്ട ലാസ്റ്റ് തീയതിയാണ്. അവർ ഒരു ഇടത്തും സ്ഥാനാർത്ഥികളെ വെച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം UDF-ന് തന്നെയായിരിക്കും ആ പിന്തുണ എന്നതാണ്. അതിൻ്റെ ഒരു പ്രഖ്യാപനത്തിൻ്റെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. വെൽഫെയർ പാർട്ടിയുടെ നിലപാട് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്നതാണ്. പക്ഷേ അത് ഉറപ്പാണ്, അത് UDF-നെ പിന്തുണയ്ക്കുക എന്ന നിലപാടിലേക്ക് തന്നെയായിരിക്കും അവർ വരിക. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അതേ പ്രഖ്യാപനവും അതേ നീക്കം തന്നെയാണ് ഉണ്ടാവുക. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം UDF-നെതിരെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ആയുധം ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF-ൻ്റെ ഈ കോൺഗ്രസിൻ്റെ കൂട്ടുകെട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പഴി കേട്ടെങ്കിൽ കൂടിയും അവരെ പിന്തുണച്ച് അവരുടെ പിന്തുണ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ ആവർത്തിച്ചതാണ്. അതേ നിലപാട് തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇത്തവണ ഈ രണ്ട് കക്ഷികളും മുസ്ലിം വിഭാഗത്തിൽ തീവ്ര നിലപാടുകൾ എടുക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ രണ്ട് കക്ഷികൾക്കും ഒപ്പമുണ്ട് എന്നതാണ് സാഹചര്യം. അതിൻ്റെ പ്രഖ്യാപനമാണ് ഇനി വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വെൽഫെയർ പാർട്ടി എന്തായാലും തങ്ങളുടെ പിന്തുണ ആർക്കെന്ന് തീരുമാനമെടുത്തിട്ടില്ല എന്നൊരു സസ്പെൻസ് ഇടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ പിന്തുണ ഉറപ്പാണ്. അത് UDF-ലേക്ക് തന്നെയാണ് ആ പിന്തുണ പോകുന്നത്. അതിൻ്റെ പ്രഖ്യാപനം, പരസ്യ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. യെസ്, എന്തായാലും വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണയ്ക്കുന്നു. അതേസമയം BJP-ക്ക് മുൻതൂക്കമുള്ള അല്ലെങ്കിൽ അങ്ങനെ BJP-ക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിനും വോട്ട് ചെയ്യും എന്ന് വെൽഫെയർ പാർട്ടി നിലപാടെടുക്കുന്നു. PDP ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ കൃത്യമായ സ്റ്റാൻഡ് ഇത്തവണ ഇടതുമുന്നണിയോടൊപ്പം എന്നത് തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ പിന്തുണയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അടക്കം കൂടുതൽ സജീവമാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.